ഓരോ മനുഷ്യരും വ്യത്യസ്തരാണ്. ഓരോ സാഹചര്യത്തിലും അവർ പെരുമാറുന്നതും വ്യത്യസ്തമായാണ്, അല്ലേ? എങ്കിലും ഒരാളെ എങ്ങനെ നമുക്ക് നന്നായി മനസ്സിലാക്കാം എന്ന് നോക്കാം. ഹൗ ടു അണ്ടർസ്റ്റാൻഡ് പീപ്പിൾ ഇൻ എ ബെറ്റർ വേ. ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ അതാണ് കേട്ടോ. നമ്മൾ ഒരാളെ മനസ്സിലാക്കി കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷനും എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ സ്മൂത്ത് ആയിട്ട് ആ റിലേഷനും കീപ്പ് ചെയ്യാൻ പറ്റും, അല്ലേ? ഓരോരുത്തരും വളർന്ന സാഹചര്യങ്ങളും അവരുടെ ആശയവിനിമയത്തിൻ്റെ സംവിധാനവും വ്യത്യാസമായിരിക്കും, അല്ലേ? ഒരാൾ ആശയവിനിമയം ചെയ്യണ പോലെ ആവില്ല മറ്റൊരാളുടെ കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജി. ഡിഫറെൻറ്റ് പീപ്പിൾ, ഡിഫറെൻറ്റ് സിറ്റുവേഷൻ ആൻഡ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബിഹേവിയർ, അറിയാലോ. അതേപോലെ തന്നെ ഒരാളെ മനസ്സിലാക്കുക എന്നുള്ളത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വർഷങ്ങളോളം നമ്മളുടെ ഒപ്പം താമസിച്ച ആളുകൾ പല സാഹചര്യത്തിലും വ്യത്യസ്തമായിട്ട് നമ്മളോട് പെരുമാറാം. അന്ന് പെരുമാറിയത് പോലെ ആവണം ഇന്നും പെരുമാറണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അവർ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻസ് എന്താണെന്ന് നമുക്കറിയില്ല. സോ ദേ മൈറ്റ് ഹൈഡ് സംതിങ്, സോ ദേ മൈറ്റ് നോട്ട് ഷെയർ സംതിങ്. സംടൈംസ് വി ഫീൽ ദാറ്റ്, അല്ലേ? ചിലപ്പോൾ നമ്മളോട് നല്ല ഫ്രണ്ട്ലി ആയിരുന്ന ആളായിരിക്കാം, പെട്ടെന്ന് നമ്മൾ അവരുടെ സ്വഭാവം ഓന്തിൻ്റെ നിറം മാറണ പോലെ മാറുക എന്ന് പറയില്ലേ, അതുപോലെ മാറുന്നത് കാണാം, അല്ലേ? നമ്മൾ ചിലപ്പോൾ 24 hours ഒരാളുടെ ചുറ്റും തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളായിരിക്കാം, എങ്കിലും അദ്ദേഹത്തിൻ്റെ സ്വഭാവം, അവരുടെ സ്വഭാവം എപ്പോഴാണ് മാറുക എന്നുള്ളത് നമുക്കറിയില്ല. നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്, നമ്മൾ വിചാരിക്കും അയാളെപ്പറ്റി എനിക്ക് എല്ലാം അറിയാം, പക്ഷേ അയാൾ ചിലപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ നന്നായി പെരുമാറി എന്ന് വരില്ല. അപ്പം നമ്മൾക്ക് എന്താവും? നമ്മൾ അപ്സെറ്റ് ആവും, നമുക്ക് വിഷമമാവും. കാരണം എന്താ? നമ്മൾക്ക് അയാളുടെ സാഹചര്യത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ദ സിറ്റുവേഷൻ ഷീ ഓർ ഹീ which he or she is going through, we couldn't understand in a better way. നമ്മളത് മനസ്സിലാക്കാൻ ശ്രമിച്ചാലോ, കുറച്ച് ക്ഷമയോടുകൂടി ഒന്ന് പോസ് ചെയ്തിട്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചാലോ, ഈസ് ഹീ ഓർ ഷീ is doing well, ഒന്ന് ചെക്ക് ചെയ്താലോ, മേ ബി ആ റിലേഷൻ നമുക്ക് സ്മൂത്തായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, അല്ലേ? അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒരാളെ നന്നായി മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ സിറ്റുവേഷനും നമ്മൾ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ഒരു റിലേഷൻ സ്മൂത്തായി പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയത് കേട്ടോ. ഇനി നമ്മുടെ റിലേഷൻഷിപ്പ് രണ്ട് തരത്തിലുണ്ടല്ലേ. ചിലത് നമുക്ക് പ്ലഷർ തരും, ചിലത് നമുക്ക് പെയിൻ തരും. ചില റിലേഷൻഷിപ്പ് പെയിനാന്ന് അറിഞ്ഞിട്ട് കൂടി നമ്മൾ ചിലപ്പോൾ കണ്ടിന്യൂ ചെയ്യും, അല്ലേ? വൈ? കാരണം നമുക്ക് ആ റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യണ്ട എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. വേദന തരുന്ന സിറ്റുവേഷൻസ് ഉണ്ടായാൽ കൂടി വി അഡ്ജസ്റ്റ് ടു ദ സിറ്റുവേഷൻ ആൻഡ് വിൽ ഗോ ത്രൂ. അങ്ങനെ ശരിക്കും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് നിങ്ങളിങ്ങനെ ചെയ്യണോണ്ട് എനിക്ക് വിഷമമുണ്ട്, ആൻഡ് ഐ എം എ ഡിഫറെൻറ്റ് പേഴ്സൺ ആൻഡ് ഐ ഡു പെർസീവ് തിങ്സ് ഇൻ എ ഡിഫറെൻറ്റ് വേ. കൺവേ ദാറ്റ്. ഇഫ് ഇറ്റ് ഈസ് പോസിബിൾ, ട്രൈ ടു മേക്ക് ഹിം ഓർ ഹർ അണ്ടർസ്റ്റാൻഡ് ദിസ് ഇസ് ഐ ആം. സോ ആ പെയിനുള്ള റിലേഷൻഷിപ്പിനെ നമുക്ക് പ്ലഷറാക്കി മാറ്റാൻ പറ്റും, അല്ലേ? സിമ്പിളല്ല കാര്യം. പക്ഷേ അയാളെ നമ്മൾ നന്നായി മനസ്സിലാക്കുന്ന വ്യക്തിയാണെങ്കിൽ അയാളെയും കൂടി നമ്മളുടെ രീതിയിൽ, നമ്മൾ നല്ല രീതിയിൽ ചിന്തിച്ച് നല്ല രീതിയിൽ തന്നെ ആ റിലേഷൻഷിപ്പിനും കൊണ്ടുപോകാൻ പറ്റും. ഇനി ഒരു വ്യക്തിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ വ്യക്തി എല്ലാവരിൽ നിന്നും വ്യത്യസ്തനായിരിക്കും. ഏതൊരു വ്യക്തിയും കേട്ടോ. എല്ലാം ഒരേപോലെ ഒരേ അച്ചിൽ വാർത്തെടുത്ത കട്ടകളാവണമെന്നില്ല. എല്ലാവരും ഡിഫറെൻ്റ് ആണ്. എല്ലാവർക്കും അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട്, ഗുഡ് തിങ്സ് ഉണ്ട്, ബാഡ് തിങ്സ് ഉണ്ട്, മൂഡ് സ്വിങ്സ് ഉണ്ട്. അതുപോലെ ഓരോരുത്തരുടെ സിറ്റുവേഷൻസും വ്യത്യാസമായിരിക്കും. ചില സമയത്ത് ഫിനാൻഷ്യൽ പ്രോബ്ലത്തിൽ കൂടെ പോണവരുണ്ടായിരിക്കാം, ചിലപ്പോൾ അസുഖങ്ങളിൽ കൂടെ പോണവരുണ്ടായിരിക്കാം. പക്ഷെ നമ്മൾ വിചാരിക്കും അയാൾ എപ്പോഴും അയാളുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് സെയിം ആയിരിക്കുന്നു. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. സോ ആ വ്യക്തിനെ നമ്മൾ മനസ്സിലാക്കുക, അയാൾ പോണ സാഹചര്യങ്ങൾ ഉൾക്കൊള്ളുക, എന്നിട്ട് അയാളോട് പെരുമാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ റിലേഷൻഷിപ്പ് സ്മൂത്തായി പോകാൻ പറ്റും. ചിലപ്പോൾ ആ ഒരാൾ നല്ല വിഷമത്തിൽ കൂടെ കടന്നു പോണ സമയത്ത് നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഒരു ഹാപ്പി ന്യൂസോ അല്ലെങ്കിൽ നമ്മളുടെയും കൂടി വിഷമങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ എന്തുണ്ടാവും, അയാൾക്ക് ചിലപ്പോൾ അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. ബിക്കോസ് ഹീസ് ഫുൾ ഓർ ഷീ ഈസ് ഫുൾ. അയാളും അതേ സാഹചര്യത്തിൽ കൂടെ കടന്നു പോകണമായിരിക്കും. അപ്പോൾ അയാൾക്ക് ഒരു പക്ഷെ നിങ്ങളെ കംഫേർട്ട് ചെയ്യാനോ കൺസോൾ ചെയ്യാനോ ഒന്നും പറ്റിയെന്ന് വരില്ല. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ഹി മൈറ്റ് ഫീൽ ലിറ്റിൽ സാഡ് ഓർ മൂവ് അവേ ഫ്രം യു. അല്ലെങ്കിൽ നിങ്ങളോട് ചിലപ്പോൾ ദേഷ്യപ്പെട്ടു എന്ന് വരാം. എനിക്കിപ്പോൾ ഇതൊന്നും കേൾക്കാനായിട്ടുള്ളൊരു മനസ്സില്ലടോ എന്ന് പറഞ്ഞു എന്ന് വരാം.
കാരണം നമ്മളൊരു പക്ഷെ അയാളുടെ സാഹചര്യം മനസ്സിലാക്കിയില്ലേ, നമ്മളുടെ ഓവർവെൽമിംഗ് ആയിട്ടുള്ള ഹാപ്പിനെസ്സോ അല്ലെങ്കിൽ നമ്മുടെ ഓവറായിട്ടുള്ള വിഷമങ്ങളോ നമ്മളെ എക്സ്പീരിയൻസുകൾ ഇങ്ങോട്ട് ഷെയർ ചെയ്യാനായിട്ട് ഫ്രണ്ടിൻ്റെ അടുത്ത് പോവാണ്. അപ്പോൾ ഈ ഫ്രണ്ട് തന്നെ ഓൾറെഡി വിഷമത്തിലിരിക്കുക. സോ അയാൾക്ക് നമ്മളെ കൺസോൾ ചെയ്യാൻ പറ്റുമോ, നമ്മളെ ആശ്വസിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. ബിക്കോസ് അയാൾ തന്നെ ഒരു വിഷമത്തിൽ കൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. ഇപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആ സാഹചര്യത്തെ അനലൈസ് ചെയ്യണം. എങ്ങനെയൊക്കെ അനലൈസ് ചെയ്യാൻ പറ്റും? നമ്മൾ പെട്ടെന്ന് ക്വിക്ക് ആക്ഷൻ ആയിരിക്കും, അപ്പോൾ അനലൈസ് ചെയ്യാൻ പറ്റില്ല അല്ലേ? പക്ഷെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അയാളുടെ സംസാരത്തിൽ, നമ്മൾ ഫോണിൽ കൂടി സംസാരിക്കണമെന്ന് വെച്ചാൽ അയാളുടെ സംസാരത്തിൽ ഇടയ്ക്കിടയ്ക്ക് അയാൾ ഗ്യാപ്സ്, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വയ്ക്കുന്നുണ്ടോ, അയാൾക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടോ, നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഒന്ന് ഇരുത്തി ചിന്തിച്ചാൽ മതി, ഒന്ന് മനസ്സിരുത്തിയിട്ട്. ഇനി ഡയറക്റ്റ് ആയിട്ട് കാണുന്ന വ്യക്തിയാണ്, അയാളുടെ പോസ്റ്ററിൽ എന്താ വ്യത്യാസമില്ല, ബോഡി ലാംഗ്വേജിൽ എന്താ വ്യത്യാസമില്ല, ദ യൂഷ്വൽ മാനേഴ്സ് ആണോ അയാൾ കീപ്പ് ചെയ്യണത്, അല്ലെങ്കിൽ നമ്മൾ ആ ഷെയർ ചെയ്യാൻ വെച്ചിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ അയാൾ റൈറ്റ് ആയിട്ടുള്ള രീതിയിൽ ആക്സെപ്റ്റ് ചെയ്തു എന്ന് വരില്ല. പിന്നെ അവിടെ നിന്ന് കിട്ടുന്ന റിപ്ലൈയും അതേപോലെ തന്നെ ഒരു വിഷമം ഉണ്ടാക്കുന്നതായിരിക്കാം. എന്നിട്ട് പിന്നീട് നമ്മൾ പറയും അയാൾ എന്നോട് മോശമായി പെരുമാറിയെന്ന്. പക്ഷെ അവിടെ ഫാക്റ്റ് ഇല്ല. ബിക്കോസ് വി നെവർ അണ്ടർസ്റ്റുഡ് വാട്ട് ദ പേഴ്സൺ ഈസ് ഗോയിങ് ത്രൂ. ഇപ്പം എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, ഒരു സുമി എന്ന് വിചാരിക്കും. ആ ഫ്രണ്ട് എന്നോട് എപ്പോഴും നന്നായി പെരുമാറുന്നതാണ്. എന്ത് ഞാൻ ചോദിച്ചാലും അതിനെനിക്ക് ആൻസർ കിട്ടാറുണ്ട് അവളുടെ നിന്ന്. പക്ഷെ ആ ഒരു സാഹചര്യത്തിൽ അവൾക്ക് തീരെ വയ്യാതിരിക്കുകയായിരുന്നു. അവൾക്ക് എന്തോ തീരെ വയ്യ, സംസാരിക്കാൻ മൂഡിൽ. നമുക്ക് മനുഷ്യന്മാരാണല്ലോ, മൂഡ് സ്വിങ്സ് ഉണ്ടാവും. അപ്പം നമ്മൾ പോയിട്ട് ഞാൻ ഇന്ന് കുക്ക് ചെയ്തിട്ട് ഇത്രയും നന്നായിട്ട് എനിക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റി, അല്ലെങ്കിൽ എനിക്ക് ഇത്രയും നല്ലൊരു കാര്യം ചെയ്യാൻ പറ്റി. ചിലപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ അവൾ ആക്സെപ്റ്റ് ചെയ്യണം എന്നില്ല. അപ്പോൾ അവൾ ചിലപ്പോൾ മൈൻഡ് ചെയ്യാതിരുന്നു എന്ന് വരും. അപ്പോൾ നമ്മുടെ മനസ്സിൽ എന്ത് തോന്നും? എൻ്റെ ഫ്രണ്ട് എന്നെ മൈൻഡ് ചെയ്തില്ല എന്നുള്ളത്. അപ്പോൾ പറയണ വ്യക്തി അത് കേൾക്കാൻ കൂടി തയ്യാറാണോ എന്ന് നോക്കണം. ചിലപ്പോൾ നമ്മൾ വയ്യാതിരിക്കുന്ന ഒരാളെ വിളിച്ചിട്ട് നമുക്ക് ലോങ് ഡ്രൈവ് പോവാം. ഞാനിപ്പോൾ ഈ സുമീനെ എന്നെ വിളിച്ച് പറയാണ്, സുമി നമുക്കൊരു ലോങ് ഡ്രൈവ് പോയാലോ, എനിക്കിപ്പോൾ ഇന്ന് ലോങ് ഡ്രൈവ് പോകാനുള്ള മൂഡാണ്. പക്ഷെ സുമിക്ക് എന്താണ്, നല്ല പനിയാണ്. സുമി വരുമോ? ഇല്ല. സുമി പറയും എനിക്ക് നല്ല പനിയാണ് കേട്ടോ, എനിക്ക് വരാൻ പറ്റില്ല. പിന്നെയും നമ്മൾ നിർബന്ധിക്കുകയാണ്, വരൂ ലോങ് ഡ്രൈവ് പോവാം, നമുക്കൊന്ന് എൻജോയ് ചെയ്തിട്ട് വരാം. ഈസ് ഷീ കേപ്പബിൾ ടു എൻജോയ്? ഇല്ല. കാരണം അവൾ പനിച്ച് വിറച്ച് പാരസെറ്റമോളൊക്കെ കഴിച്ച് കിടക്കുന്ന ആളോട് നമുക്ക് പോയി പുറത്ത് പോയി അടിച്ചു പൊളിക്കാം എന്ന് പറഞ്ഞാൽ കേൾക്കുമോ? ഇല്ല. അപ്പോൾ സാഹചര്യങ്ങൾ മനസ്സിലാക്കി തന്നെ നമ്മൾ പെരുമാറണം. ചിലപ്പോൾ അവരുടെ സാഹചര്യം നമ്മളുടെ സന്തോഷത്തെ ഉൾക്കൊള്ളാനോ അല്ലെങ്കിൽ നമ്മുടെ വിഷമത്തെ ഉൾക്കൊള്ളാനോ പറ്റുന്നതാവില്ല. അതുപോലെ തന്നെ ഓരോ ആളുകളുടെയും ഏജും കൺസിഡർ ചെയ്യണം. ചിലപ്പോൾ ചിലർ അറ്റ് ദ യങ് സ്റ്റേജിൽ ഒരു കുഞ്ഞു കുട്ടിയുടെ അടുത്ത് പോയിട്ട് വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവൾക്ക് മെച്യൂരിറ്റി ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതുപോലെ ചില ആളുകളുണ്ട്, നല്ല മെച്യൂരിറ്റി ഉള്ള ആളുകളായിരിക്കാം, പക്ഷെ പ്രായം കൂടുതലുണ്ട്, ഇനി എനിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. പക്ഷേ ഇവിടെയാണ് നമുക്ക് ഹെൻറി ഫോർഡിൻ്റെ ഒരു കോട്ട് പറയാനുള്ളത്: എനി വൺ ഹൂ സ്റ്റോപ്സ് ലേണിംഗ് ഈസ് ഓൾഡ്, വെദർ അറ്റ് 20 or 80. എനി വൺ ഹൂ കീപ്സ് ലേണിംഗ് സ്റ്റേസ് യങ്. ദ ഗ്രേറ്റസ്റ്റ് തിങ് ഇൻ ലൈഫ് ഈസ് ടു കീപ് യുവർ മൈൻഡ് യങ് എന്നാണ് ഹെൻറി ഫോർഡ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഏതൊരു കാലഘട്ടത്തിലും, അതിപ്പോൾ 20 വയസ്സാവട്ടെ 80 വയസ്സാവട്ടെ, നമ്മൾ ലേണിംഗ് നിർത്തിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് അപ്പം വയസ്സായി എന്നാണ് പറയുന്നത്. എനി വൺ ഹൂ സ്റ്റോപ്സ് ലേണിംഗ് ഈസ് ഓൾഡ്, വെദർ അറ്റ് 20 or 80. എനി വൺ ഹൂ കീപ്സ് ലേണിംഗ് സ്റ്റേസ് യങ്. എപ്പോഴും നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന മനസ്സുണ്ടെങ്കിൽ, അതായത് ഇതിപ്പോൾ പഠിപ്പിൻ്റെ കാര്യമാണ്, ലേണിങ്ങിൻ്റെ കാര്യമാണ് പറയുന്നത്, പക്ഷേ അതുപോലെ തന്നെ നമ്മുടെ സ്വഭാവത്തിലും ചേഞ്ചസ് വരുത്താൻ ഏത് ഏജിലും പറ്റും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു എക്സാമ്പിൾ പറയട്ടെ, നമുക്ക് ഒരു അസുഖമുണ്ട് എന്ന് വയ്ക്കുക. അപ്പോൾ നമുക്ക് ആ പിൽസ് കഴിച്ചാലേ അസുഖം മാറുള്ളൂ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ വാട്ട് വിൽ ഡു? വിൽ ടേക്ക് ദ പിൽസ് അല്ലേ? ഇല്ല, ഞാൻ ഈ പിൽസ് കഴിക്കില്ല, ഞാൻ ഇത്രയും വയസ്സായി, ഞാൻ ഈ പിൽസ് കഴിക്കില്ല എന്ന് പറഞ്ഞിട്ടിരിക്കും. അതുപോലെ തന്നെയാണ് ഓരോ റിലേഷൻഷിപ്പും നമ്മൾ നല്ല സ്മൂത്തായി കൊണ്ടുപോകണമെങ്കിൽ, ഞാൻ ഇത്ര വയസ്സായി എനിക്കിനി മാറാൻ പറ്റില്ല എന്ന് പറയുന്നത്. കാരണം എന്താ, നമുക്ക് ആ റിലേഷൻഷിപ്പ് പിന്തുടരാൻ ഇഷ്ടമില്ല. സോ വി ജസ്റ്റ് നെഗ്ലക്ട് ഓർ അവോയ്ഡ് ദ റിലേഷൻഷിപ്പ്. ഇനി നമുക്ക് അത്രയും മനസ്സിന് വിഷമമുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ അത് നമ്മൾ അവോയ്ഡ് ചെയ്തിരിക്കും അല്ലേ? അല്ലെങ്കിൽ നമുക്ക് അത് സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ ഓരോ മനുഷ്യനും അറിഞ്ഞ് പെരുമാറുക, ആ മനുഷ്യൻ്റെ സാഹചര്യത്തെ അറിഞ്ഞ് പെരുമാറുക. അപ്പം നമുക്ക് ഒരു ബെറ്റർ വേർഷൻ ആയിട്ടുള്ള നമ്മളെ തന്നെ പുനഃസൃഷ്ടിക്കാൻ പറ്റും. ഇതിൽ കൂടെ എന്തൊക്കെയോ കൺവേ ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ലിസ്ണിംഗ് ടു മീ.
അപ്പോൾ പറയാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. എല്ലാവരുടെ സാഹചര്യം ഒരുപോലെ ആവണമെന്നില്ല. ആ പറയുന്ന ആളുടെ സാഹചര്യം എന്താണെന്ന് കൂടി ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ അയാളായിട്ട് ഇൻറ്ററാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി ക്യാൻ ഇൻറ്ററാക്ട് ഓർ വി ക്യാൻ കമ്മ്യൂണിക്കേറ്റ് ഇൻ എ ബെറ്റർ വേ. ഒരാളെ നന്നായി മനസ്സിലാക്കി നമുക്ക് അയാളോട് സംസാരിക്കാനും പെരുമാറാനും പറ്റുന്നേ. സോ താങ്ക് യു ഫോർ ലിസ്ണിംഗ് ടു മീ. കീപ് ലിസ്ണിംഗ്. ജീത്ത.